അഴിമതി ചോദ്യം ചെയ്തതിന്റെ പേരിൽ അന്യായമായ പിരിച്ചുവിടലിനെതിരെ ധനലക്ഷ്മി ബാങ്ക് ഓഫീസർമാരുടെ സമരം കൂടുതൽ ശക്തമാക്കുന്നു. അനിശ്ചിതകാല നിരാഹാര സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ബാങ്കിന്റെ ആസ്ഥാനത്തേക്ക് ഇന്ന് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിക്കും. തൃശൂർ തെക്കേ ഗോപുരനടയിൽ ആരംഭിച്ച സമരത്തിന് പിന്തുണയുമായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇന്ന് സമരപന്തലിലെത്തും. ധനലക്ഷ്മി ബാങ്ക് ഓഫീസേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയും ബാങ്ക് ഓഫീസർമാരുടെ സംഘടനയായ ഐബോക് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ PV മോഹനെ അകാരണമായി പിരിച്ചുവിട്ടതോടെയാണ് കഴിഞ്ഞ മാസം 12 മുതൽ ധനലക്ഷ്മി ബാങ്ക് ഓഫീസർമാർ സമരം ആരംഭിച്ചത്. മുംബൈ ഗോരാഗോൺ ശാഖയിൽ നടന്ന 141 കോടി രൂപയുടെ അഴിമതി സംബന്ധിച്ച വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടതാണ് സംഘടനാ നേതാവായ മോഹനെതിരെ മാനേജ്മെന്റിന്റെ പ്രതികാര നടപടിക്ക് കാരണം. വിരമിക്കാൻ 8 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് നോട്ടീസ് പോലും നൽകാതെ മോഹനെ പിരിച്ചുവിടുന്നത്. ഇതിനെതിരെ ധനലക്ഷ്മി ബാങ്കിന്റെ ആസ്ഥാനമായ തൃശൂർ കേന്ദ്രീകരിച്ച സമരപരിപാടികൾ നടന്നുവരികയാണ്. തെക്കേ ഗോപുരനടയിൽ നടക്കുന്ന നിരാഹാര സമരം 4ാം ദിവസത്തിലേക്ക് കടന്നു. ഒരു കാരണവും കാണിക്കാതെയാണ് സഖാവ് മോഹനനെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിൽ നിന്ന് ഒരാളെ പിരിച്ചുവിടുമ്പോൾ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കണം, മെമ്മോ കൊടുക്കണം, എക്സ്പ്ലനേഷൻ മേടിക്കണം, ഡൊമസ്റ്റിക് എൻക്വയറി നടത്തണം. ഇതൊന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നിങ്ങളുടെ സർവീസ് ഇനി മുതൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ഉച്ചയ്ക്ക് 2-ന് സമരപന്തലിലെത്തും. തുടർന്ന് ബാങ്ക് ആസ്ഥാനത്തേക്ക് ബഹുജന മാർച്ചും സംഘടിപ്പിക്കുമെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. റിപ്പോർട്ടർ തൃശൂർ.